നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ. സ്കൂളുകളിൽ വർണ്ണാഭമായ ആഘോഷങ്ങൾ. മാലാഖമാരായി കുരുന്നുകൾ. പുതുതലമുറ ഒരിക്കലും പരാജയം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളി ശ്രീനാരായണ സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂം സ്പേസ് ലാബും തുറന്നു. ശബരിമല സന്നിധാനം മണ്ഡല പൂജയ്ക്കായി ഒരുങ്ങുന്നു. തങ്കാംഗി ഘോഷയാത്ര ശനിയാഴ്ച പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. പുതുതലമുറ ഒരിക്കലും പരാജയം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂമും സ്പേസ് ലാബും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പുതുപ്പള്ളി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂമും സ്പേസ് ലാബും ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവും നടന്നു. ചാണ്ടി ഉമ്മൻ MLA ഹൈടെക് ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. Our English language curriculum is the only level-based program that specifically schools. Our math curriculum follows the world-renowned concrete pictorial abstract method to help students deeply understand math. പരാജയം അംഗീകരിക്കാൻ പുതുതലമുറ തയ്യാറാകുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. പരാജയത്തിലൂടെ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഠിത്തത്തിനോടൊപ്പം തന്നെ കളിച്ചു വളരണം. കളിക്കുമ്പോൾ നമ്മൾ പരാജയം പഠിക്കും. ഇന്നത്തെ കുട്ടികൾ, ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയിൽപ്പെട്ടവർക്ക് പരാജയം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ മാതാപിതാവ് എന്നോട് പറഞ്ഞു, ഈ കൊച്ചിനോട് ഫോണൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു. ആത്മഹത്യ വളരെ സംഭവം, വേറൊരിടത്തും പോണ്ട. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പരാജയം പഠിപ്പിക്കണം. പരാജയത്തിൽ നിന്നാണ് വിജയം ഉണ്ടാകുന്നത്. കേക്ക് മുറിച്ചാണ് MLA ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ചുവപ്പ് വസ്ത്രങ്ങളും തൊപ്പിയും ധരിച്ച് കുട്ടികൾ ആഘോഷങ്ങളിൽ പങ്കാളികളായി. സ്പേസ് ലാബാണ് ഹൈടെക് ക്ലാസ് റൂമിന്റെ പ്രത്യേകത. പ്ലാനറ്ററി റോവർ, സോളാർ ടൈം കീപ്പർ, സോളാർ സിസ്റ്റം മോഡൽ, നാസ സ്പേസ് ഷട്ടിൽ എന്നിവയെല്ലാം സ്പേസ് ലാബിലുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ ചെയർമാൻ ഗിരീഷ് കോനാട്ട് അധ്യക്ഷനായി. മാനേജർ അസീം V പണിക്കർ, ഷിബു രാജ് പാറയിൽ, രാരിച്ചൻ CP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രുചിയുടെ വൈവിധ്യങ്ങളുമായി കേക്ക് വിപണി സജീവമായി. കേക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ബേക്കറികൾ. ഏതൊക്കെ വൈവിധ്യങ്ങൾ നിരത്തിയാലും പ്ലം കേക്ക് തന്നെയാണ് വിപണിയിലെ താരം. ക്രിസ്തുമസിന് മധുരം പകരാൻ കേക്ക് വിപണി സജീവമായി. വിവിധ രുചികളിലുള്ള കേക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ബേക്കറികളും കടകളുമെല്ലാം. മാർബിൾ, ഈന്തപ്പഴം, കാരറ്റ്, ചോക്ലേറ്റ്, ക്രീം, ചെറി, പൈനാപ്പിൾ കേക്കുകൾ വിപണിയിൽ സജീവമാണ്. പ്ലം കേക്കുകൾക്കാണ് വിപണിയിൽ ഏറെ പ്രിയം. പ്രമേഹ രോഗികൾക്കായി ഷുഗർ ഫ്രീ കേക്കുകളും ലഭ്യമാണ്. പ്ലം കേക്കിന് കിലോയ്ക്ക് 380 രൂപ മുതൽ 1300 രൂപ വരെയാണ് വില. ടീ കേക്ക് 380, കാരറ്റ് കേക്ക് 400, മാർബിൾ കേക്ക് 400, പൈനാപ്പിൾ 380 എന്നിങ്ങനെയാണ് വില. വരും ദിവസങ്ങളിൽ വിപണി ഒന്നുകൂടി ഉഷാറാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം മറക്കാനാവാത്ത അനുഭവം കുട്ടികൾക്ക് സമ്മാനിച്ചു. ആടിയും പാടിയും അവർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് കിൻഡർ ഗാർഡൻ ആൻഡ് പ്ലേ സ്കൂളിൽ ക്രിസ്മസ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇളങ്കുളം പള്ളി വികാരി ഫാദർ ഡാർവിൻ വാലുമണ്ണിൽ കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. അതിന്റെ പൂർത്തീകരണമാണ് പുതിയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ ആ ജനനം എന്ന് പറയുന്നത്. ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചതാണ് ഈശോയുടെ ജനനം എന്ന് പറയുന്നത്. മദർ മേർസീറ്റ ആശംസകൾ നേർന്നു. പ്രിയ മാതാപിതാക്കളെ, പ്രിയ പൈതങ്ങളെ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റേതുമായ ക്രിസ്മസ് ആഘോഷത്തിന് മോടികൂട്ടിയത് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തന്നെയായിരുന്നു. ആടിയും പാടിയും കുഞ്ഞുങ്ങൾ ക്രിസ്മസിനെ വരവേറ്റു. ഉണ്ണിയേശുവിന്റെ പിറവിയെ ഓർമ്മിപ്പിച്ച് കുട്ടികൾ മേരിയുടെയും ജോസഫിന്റെയും വേഷങ്ങൾ അണിഞ്ഞ് വേദിയിലെത്തി. വിവിധ ആക്ഷൻ സോങ്ങുകളുമായി കുട്ടികൾ അരങ്ങിൽ നിറഞ്ഞാടി.
എന്ന പാട്ടുമായി വേദിയിലെത്തിയ കുട്ടിക്കുറുമ്പന്മാർ ഏവരെയും ചിരിപ്പിച്ചു. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിങ്കിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിങ്കിളി. കൂടാതെ കരോൾ ഗാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മെഗാ മാർഗംകളിയോടെയായിരുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ക്രിസ്മസ് ആഘോഷം. സ്കൂൾ അങ്കണത്തിൽ നിന്നും പുറപ്പെട്ട ക്രിസ്മസ് റാലിയിൽ തിരുക്കുടുംബവും മാലാഖമാരും പങ്കുചേർന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നിന്നും പുറപ്പെട്ട ക്രിസ്മസ് റാലി കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ വർഗീസ് പരന്തുരിക്കൽ, സ്കൂൾ മാനേജർ സിസ്റ്റർ സലോമി CMC എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് അക്കരപ്പള്ളി, കുരിശടി, കത്തീഡ്രൽ പള്ളി, ഗ്രോട്ടോ എന്നിവിടങ്ങളിൽ 151 കുട്ടികൾ അവതരിപ്പിച്ച മെഗാ മാർഗം കളി പുത്തൻ അനുഭവമായി. തിരുക്കുടുംബങ്ങളും മാലാഖമാരും സാന്താക്ലോസുമാരും സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടെ റാലിയിൽ അണിനിരന്നു. റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തീഡ്രൽ ഗ്രോട്ടോയിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി രൂപത KCSL ഡയറക്ടർ റവറൻ ഫാദർ ദീപു അനന്തക്കാട്ട് സംസാരിക്കുന്നു. ടൗൺ വഴി കത്തീഡ്രൽ പള്ളി ഗ്രോട്ടോയുടെ മുന്നിലെത്തിയ റാലിയെ കാഞ്ഞിരപ്പള്ളി രൂപത KCSL ഡയറക്ടർ റവറൻ ഫാദർ ദീപു ആനന്ദക്കാട്ട് അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ക്രിസ്മസ് വിപണിയിലെ താരമായി മാറിയിരിക്കുകയാണ് ചൂരൽ കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടുകൾ. ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള പുല്ല് ഉപയോഗിച്ച് മേഞ്ഞതാണ് പുൽക്കൂടുകൾ എന്നതാണ് പ്രത്യേകത. ഭരണങ്ങാനം ഖാദി ഗ്രാമിലാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. ഭരണങ്ങാനം ഖാദി ഗ്രാമിലാണ് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള പ്രത്യേക ഇനം പുല്ലുപയോഗിച്ച് മേഞ്ഞ ചൂരൽ നിർമ്മിത പുൽക്കൂടുകൾ ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുക്കിയിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലകളിൽ നിന്നെത്തിക്കുന്ന പുല്ല് ഉണക്കിയ ശേഷമാണ് മേച്ചിലിന് ഉപയോഗിക്കുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ നാര് പോലെയാകുന്നതിനാൽ ഏറെ നാൾ നിലനിൽക്കും. 1300 രൂപ മുതൽ 7500 രൂപ വരെ വിലയുള്ള ചൂരൽ നിർമ്മിത പുൽക്കൂടുകൾ ഉണ്ട്. ക്രിസ്മസ് സീസണിൽ പുൽക്കൂട് ധാരാളമായിട്ട് ഉണ്ടാക്കി നൽകപ്പെടുന്നുണ്ട്. പല വെറൈറ്റി പുൽക്കൂടുകളുണ്ട്. സാധാരണ ചൂരൽ ഉപയോഗിക്കുന്ന ചൂരൽ കൊണ്ടുള്ള പുൽക്കൂട്, പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന മലേഷ്യൻ ചൂരൽ ഉപയോഗിച്ചുള്ള പുൽക്കൂട്, അത് പല വിലകളിലുള്ളതുണ്ട്. 800 രൂപ മുതൽ 800, 1500, 2300, 6500, 7500 അങ്ങനെ പല വെറൈറ്റി പുൽക്കൂടുകൾ ഇവിടെ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് അന്വേഷിച്ച ആളുകളെത്തി വാങ്ങുന്നുണ്ട്. ഫോൾഡിംഗ് സൗകര്യമുള്ള പുൽക്കൂടും ആകർഷകമാണ്. ഇമ്പോർട്ടഡ് ചൂരൽ കൊണ്ട് നെയ്തെടുത്ത പുൽക്കൂടും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഏറെക്കാലം ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ റെഡിമെയ്ഡ് പുൽക്കൂടിനും ആവശ്യക്കാർ ധാരാളമുണ്ടെന്ന് വിൽപ്പനക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പനെ അണിയിക്കാനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ശനിയാഴ്ച ആരംഭിക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ശനിയാഴ്ച ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 മണി മുതലാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാകുക. നിലവിൽ ഘോഷയാത്രയ്ക്കുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കും. ഡിസംബർ 26 ഉച്ചയ്ക്ക് 1:30 തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരുക. തുടർന്ന് പമ്പ ഗണപതി കോവിലിൽ ഭക്തർക്ക് ദർശനം ഒരുക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രത്യേക പേടകങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം വഴി വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിൽ എത്തിച്ചേരും.
സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് നടയടച്ച് തങ്ക അങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. പിറ്റേ ദിവസം രാവിലെ 10:30-നും 11-നും മധ്യയാണ് മണ്ഡലപൂജ. തുടർന്ന് യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ച് ഭഗവാനെ യോഗനിദ്രയിലാക്കി രാത്രി 11 മണിക്ക് നടയടയ്ക്കും. ഇതോടെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും. തുടർന്ന് 30-ന് വൈകിട്ട് 4 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ന്യൂസ് ബ്യൂറോ, എരുമേലി. കോട്ടയം ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. കേരള അഡ്വർടൈസിംഗ് ഏജൻസി സംഘടിപ്പിക്കുന്ന ഫ്ലവർ ഷോ ഈ മാസം 31 വരെ കോട്ടയം നാഗമ്പടം മൈതാനിയിലാണ് നടക്കുന്നത്. അക്ഷരനഗരിക്ക് പൂക്കാലം. ചെമ്പരത്തി മുതൽ ബിങ്കാറോസും മിൽക്കാറോസും പോയിൻസിറ്റിയും വരെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ വർണ്ണവസന്തമാണ് കോട്ടയം നാഗമ്പടം മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡാലിയ, ബോഗൺവില്ല, ജമന്തി തുടങ്ങി പൂക്കളുടെ വിരുന്നാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഫലവൃക്ഷ തൈകളും അലങ്കാര ചെടികളും ഇൻഡോർ പ്ലാന്റുകളും വിൽപ്പനയ്ക്കായുണ്ട്. വിവിധ നഴ്സറികളുമായി ചേർന്ന് കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലവർ ഷോ ഈ മാസം 31 വരെ നീണ്ടു നിൽക്കും. പരിപാടി നടത്തുന്നത് കേരള അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷനാണ്. അത് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ പരസ്യരംഗത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് റേഡിയോ, TV, ന്യൂസ് പേപ്പർ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മീഡിയയിലും പരസ്യം ചെയ്യുന്ന ഏജൻസികളുടെ കൂട്ടായ്മയാണ് K3 എന്ന് പറയുന്ന സംഘടന. അത് ആണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സഹകരിക്കുന്നത് മണ്ണാറത്തറ നഴ്സറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒട്ടേറെ ഇതുപോലെയുള്ള ഫ്ലവർ ഷോകൾ ഇപ്പോൾ എറണാകുളത്തും ഇതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ് ഇടുക്കി കേന്ദ്രമായിട്ടുള്ള മണ്ണാറത്തറ ഗ്രൂപ്പ്. അവരാണ് അത്തരത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ശില്പങ്ങളും രൂപങ്ങളും, പച്ചക്കറികൾ കൊണ്ടുള്ള കാർവിംഗ്, ഈർക്കിലിയിൽ നിർമ്മിച്ച ഭീമാകാരമായ രൂപങ്ങൾ, കൊത്തുപണികൾ നിറഞ്ഞ വേര് ശില്പങ്ങൾ ഇവയെല്ലാം മേളയുടെ പ്രത്യേകതയാണ്. ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി മേള ഉദ്ഘാടനം ചെയ്തു. K3 ചീഫ് പേട്രൺ ജോസഫ് ചാവറ അധ്യക്ഷനായി. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സന്ദർശന സമയം. 90 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് ജില്ലാ ബഡ്സ് കലാമേള നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളാണ് ബഡ്സ്. ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ബഡ്സ് ഫെസ്റ്റ് നടത്തുന്നത്. മാമൻമാപ്പിള ഹാളിൽ നടന്ന ജില്ലാതല ബഡ്സ് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് ബാബു ജെ, അരുൺ PR, അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാമത്സരങ്ങൾ നടന്നു. നാടോടി നൃത്തം, ചെണ്ടമേളം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KMCC കോട്ടയം ജില്ലാ ട്രഷറർക്ക് നേരെയുണ്ടായ കൊട്ടേഷൻ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമായി. പോലീസ് നടപടികൾ ഊർജിതമാക്കിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതൃത്വം പറയുന്നു. 2 ആഴ്ച മുൻപാണ് പ്രവാസി വ്യവസായിയും KMCC കോട്ടയം ജില്ലാ ട്രഷററും ഈരാറ്റുപേട്ട UAE അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ നാസിം മേത്തറിന് ഈരാറ്റുപേട്ടയിൽ വെച്ച് കൊട്ടേഷൻ ആക്രമണത്തിൽ പരിക്കേറ്റത്. മാഹിൻ കബീർ കടുക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചുവെന്നാണ് പരാതി. ദുബായിൽ വെച്ച് നടത്തിയ ബിസിനസ്സിൽ മാഹിൻ കബീർ നാസിമിന് നൽകാനുള്ള പണം തിരികെ ചോദിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് കൊട്ടേഷൻ സംഘത്തോടൊപ്പം എത്തി ആക്രമിച്ചതെന്നും പോലീസ് നടപടികൾ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി സിറാജ്, പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി അഫ്സൽ വെള്ളൂപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. നാട്ടിൻപുറമാണെങ്കിൽ ചെറിയ അടിപിടികളും ചെറിയ കലഹങ്ങളും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ കൊട്ടേഷൻ സംഘത്തെ ഇറക്കിയുള്ള ഒരു ആക്രമണം ഈരാറ്റുപേട്ടയിൽ ആദ്യമായിട്ടാണ്
അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോലീസ് അതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാർട്ടിയും പ്രവാസി ലീഗും അതിന് ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുന്നു. പ്രവാസി ലീഗിൻ്റെ ഭാഗത്തുനിന്നും അറിയിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ ഭാഗത്തുനിന്നും അത് അറിയിക്കുകയാണ്. പരിഹരിക്കാനുള്ള നടപടികളുമായി പാർട്ടിയും മഹല്ല് കമ്മിറ്റികളും മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള അക്രമ സംഭവങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മൾ അതുമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവാസി ലീഗിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുമായി സംഘടിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ്. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാറുള്ളത്. ആക്രമണത്തിൽ മുഖത്ത് സാരമായി പരിക്ക് സംഭവിച്ച നാസിം ഈരാറ്റുപേട്ടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മാഹിൻ കബീറിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വധഭീഷണിക്കെതിരെ പരാതി നിലനിൽക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം CMS സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ആശിഷ് ഇടുക്കുള ക്രിസ്മസ് സന്ദേശം നൽകി. 1ാം ക്ലാസിന്റെ സംയുക്ത ഡയറിയുടെ സ്കൂൾ തല ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി BRC BPC അജാസ് വാരിക്കാടൻ നിർവഹിച്ചു. കഥാമൃതത്തിന്റെ പ്രകാശനം BRC ട്രെയിനർ റീബി വർഗീസ് നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത യുവജന സംഗമം നസ്രാണി യുവശക്തി സംഗമം ചൊവ്വാഴ്ച പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടക്കും. 147 ഇടവകകളിൽ നിന്നായി 4000-ലധികം യുവജനങ്ങൾ പങ്കെടുക്കും. സംഗമം രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് ഗായകൻ ജോബ് കുര്യൻ നയിക്കുന്ന ലൈവ് ബാൻഡ് സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കൽ, ഫാദർ തോമസ് നരിപ്പാറയിൽ, ഫാദർ മാർട്ടിൻ വിളിയംകുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 12 ഫൊറോനകൾ ഉൾക്കൊള്ളുന്ന 147 ഇടവകളിൽ നിന്നായി 4000-ലധികം യുവജനങ്ങൾ പങ്കെടുക്കുന്ന നസ്രാണി യുവശക്തി എന്ന യുവജന സംഗമം ഈ വരുന്ന ഡിസംബർ 26 ചൊവ്വാഴ്ച പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ യോഗത്തിൽ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിൽ പിതാവ് മുഖ്യപ്രഭാഷണം നടത്തപ്പെടുകയും ചെയ്യും. മുഖ്യ അതിഥിയായി അന്നെത്തുന്നത് പ്രശസ്തനായ എഴുത്തുകാരനും വിശ്വപൗരനുമായ ശ്രീ ശശി തരൂർ അവർകളായിരിക്കും വിശിഷ്ടാതിഥി. അദ്ദേഹം യുവജനങ്ങളുമായി സംവാദം നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ ജോബ് കുര്യൻ നയിക്കുന്ന ലൈവ് ബാൻഡ് ഷോയും നടക്കുന്നതാണ്. അറിയിപ്പ്. KSCBയിൽ നടത്തിവരുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വൈദ്യുതി ചാർജ് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഉപഭോക്താക്കൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള അവസരമുണ്ട്. കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഉപഭോക്താക്കൾക്ക് പലിശയിൽ വലിയ ഇളവോടുകൂടി കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള അവസരം 31-ാം തീയതി വരെയാണുള്ളത്. KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിനിമോട്ടോഗ്രഫി വകുപ്പിൽ പ്രൊഫസർ തസ്തികയിലാണ് താൽക്കാലിക ഒഴിവുള്ളത്. ബിരുദം, സിനിമോട്ടോഗ്രഫിയിൽ ബിരുദാനന്ദ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്ദ ഡിപ്ലോമ, പ്രൊഫഷണൽ സിനിമോട്ടോഗ്രഫി അധ്യാപക മേഖലയിൽ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 3 പകൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടെത്തണം. MG സർവകലാശാലയിലെ സെന്റർ ഫോർ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഓൺലൈൻ MCOM പ്രോഗ്രാമിന് കോഴ്സ് മെന്ററുടെ താൽക്കാലിക തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈഴവ, ബിലവ, തീയ വിഭാഗത്തിലെ ഒരു ഒഴിവിലേക്കാണ് 1 വർഷത്തേക്കാണ് നിയമനം. പ്രായപരിധി 50 വയസ്സ്. വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ. സ്കൂളുകളിൽ വർണ്ണാഭമായ ആഘോഷങ്ങൾ. മാലാഹമാരായി കുരുന്നുകൾ. പുതുതലമുറ ഒരിക്കലും പരാജയം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളി ശ്രീനാരായണ സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂം സ്പേസ് ലാബും തുറന്നു. ശബരിമല സന്നിധാനം മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങുന്നു. തങ്കാംഗി ഘോഷയാത്ര ശനിയാഴ്ച പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.